ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കണക്റ്റഡ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മലയാള സെന്റൻസുകൾ ഒരുമിച്ച് പറയുന്ന ഒരു രീതി. പക്ഷെ നമുക്ക് ഓരോരോ സെന്റൻസുകളായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ഈ ഒരൊറ്റ സെന്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ കുഡിൻ ഗോ എന്നാണ് അല്ലെ. കഴിഞ്ഞില്ല എന്നാണ് ഐ കുഡിൻ ഗോ. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇന്നലെ മീറ്റിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇന്നലെ മീറ്റിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ അറ്റൻഡ് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. അല്ലെ, ഐ കുഡിൻ അറ്റൻഡ് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ പോയി എന്ന് പറയുകയാണെങ്കിലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ പോയി. സോ ഐ ലെഫ്റ്റ് ഏർലി ടുഡേ. സോ ഐ ലെഫ്റ്റ് ഏർലി ടുഡേ. അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ പോയി. പക്ഷേ ബസ് കിട്ടാൻ വൈകി, കാരണം നല്ല ബ്ലോക്ക് ആയിരുന്നു. പക്ഷേ ബസ് കിട്ടാൻ വൈകി, കാരണം നല്ല ബ്ലോക്ക് ആയിരുന്നു. എങ്ങനെ പറയാം? ബട്ട് ഇറ്റ് ടുക്ക് എ ലോങ് ടൈം ടു ഗെറ്റ് എ ബസ്. But it took a long time to get a bus because there was heavy traffic. എങ്കിലും ഞാൻ സമയത്തെത്തി. എങ്കിലും ഞാൻ സമയത്തെത്തി അല്ലേ. സ്റ്റിൽ അവിടെ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് സ്റ്റിൽ എന്നാണ്. സ്റ്റിൽ ഐ അറൈവ്ഡ് ഓൺ ടൈം. സ്റ്റിൽ ഐ അറൈവ്ഡ് ഓൺ ടൈം അല്ലേ. ഓൺ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഴ ഇല്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലേ. മഴ ഇല്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഐ വാസ് ലക്കി ബിക്കോസ് ഇറ്റ് ഡിഡ്ന്റ് റെയിൻ. ഓക്കെ, ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് എനിക്കവിടെ എത്തണമായിരുന്നു അല്ലേ. ഓഫീസ് തുറക്കുന്നതിന് മുമ്പേ എനിക്കവിടെ എത്തേണ്ടതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാഡ് ടു ഗെറ്റ് ദർ ബിഫോർ ദ ഓഫീസ് ഓപ്പൺഡ്. ഐ ഹാഡ് ടു ഗെറ്റ് ദർ ബിഫോർ ദ ഓഫീസ് ഓപ്പൺഡ്. ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് എനിക്കവിടെ എത്തേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ബസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ അവിടെ എത്തിയില്ല. പക്ഷെ ബസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ അവിടെ എത്തിയില്ല. ഐ കുഡിൻ ഗെറ്റ് ദർ. ഐ കുഡിൻ ഗെറ്റ് ദർ. എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. ബിക്കോസ് ഐ കുഡിൻ ഫൈൻഡ് എ ബസ്. ഇവിടെ കുഡിൻ ഫൈൻഡ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ബസ് കിട്ടാത്തത് കൊണ്ട്, അതായത് ബസ് കാണാത്തത് കൊണ്ട് എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ല എന്നാണ്. ഐ കുഡിൻ ഗെറ്റ് ദർ ബിക്കോസ് ഐ കുഡിൻ ഫൈൻഡ് എ ബസ്. സമയത്ത് എത്തിയില്ലെങ്കിൽ ബോസ് ചീത്ത പറയും. സമയത്ത് എത്തിയില്ലെങ്കിൽ ബോസ് ചീത്ത പറയും. If I don't arrive on time. സമയത്ത് എത്തിയില്ലെങ്കിൽ my boss will scold me. My boss will scold me. ബോസ് എന്നെ ചീത്ത പറയും. If I don't arrive on time, my boss will scold me. അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചു പോയി. അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് പോയി. So I took an auto and went. So I took an auto and went. അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് പോയി. ഇന്ന് രാവിലെ ഞാൻ വൈകിയാണ് എഴുന്നേറ്റത്. ഇന്ന് രാവിലെ ഞാൻ വൈകിയാണ് എഴുന്നേറ്റത്. ഐ വോക്ക് അപ്പ് ലേറ്റ് ദിസ് മോർണിംഗ്. ഐ വോക്ക് അപ്പ് ലേറ്റ് ദിസ് മോർണിംഗ്. അതുകൊണ്ട് എനിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാൻ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല കഴിഞ്ഞ കാര്യമാണ്. ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. സോ അതുകൊണ്ട് എന്നുണ്ട്, കണക്റ്റഡ് ആണ്. അപ്പം സോ ഐ ഡിഡ്ന്റ് ഹാവ് ടൈം ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഐ ഡിഡ്ന്റ് ഹാവ് ടൈം ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ സമയം കിട്ടിയില്ല എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സെന്റൻസും നമുക്ക് അറിയാം അല്ലെ. അതിന് ഇന്നലെ നമ്മളൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കാട്ടോ. ഞാൻ വേഗത്തിൽ തയ്യാറായി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ വേഗത്തിൽ തയ്യാറായി വീട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഐ ഗോട്ട് റെഡി ക്വിക്ക്ലി ആൻഡ് ലെഫ്റ്റ് ഹോം. ഐ ഗോട്ട് റെഡി ക്വിക്ക്ലി ആൻഡ് ലെഫ്റ്റ് ഹോം. ഞാൻ വേഗം തയ്യാറായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഓക്കെ, വഴിയിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങി. വഴിയിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഹെവിലി ഓൺ ദ വേ. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഹെവിലി ഓൺ ദ വേ. വഴിയിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങി. എന്നാൽ എന്റെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നു. എന്നാൽ എന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ബട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഐ ഹാഡ് ആൻ അംബ്രല്ല ഇൻ മൈ ഹാൻഡ്.
ബട്ട് ഐ ഹാഡ് ആൻ അംബ്രല്ല ഇൻ മൈ ഹാൻഡ്. അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് നനയേണ്ടി വന്നില്ല. അല്ലേ, ആ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് നനയേണ്ടി വന്നില്ല എന്നുള്ളത് പറയാണ്. അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് നനയേണ്ടി വന്നില്ല. സോ നമുക്ക് യൂസ് ചെയ്യട്ടെ, അതിനാലും അതുകൊണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട്. സോ ഐ ഡിഡിൻ ഗെറ്റ് വെറ്റ്. സോ ഐ ഡിഡിൻ ഗെറ്റ് വെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നനയുക വെറ്റ് ആണ്. സോ ഐ ഡിഡിൻ ഗെറ്റ് വെറ്റ്, അതുകൊണ്ട് എനിക്ക് നനയേണ്ടി വന്നില്ല. ഞാൻ ഓഫീസിലെത്തുമ്പോൾ എല്ലാവരും ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ ഓഫീസിലെത്തുമ്പോൾ എല്ലാവരും ജോലി ചെയ്യുകയായിരുന്നു. വെൻ ഐ റീച്ച്ഡ് ദ ഓഫീസ് എവ്രിവൺ വാസ് വർക്കിംഗ്. വെൻ ഐ റീച്ച്ഡ് ദ ഓഫീസ്, ഞാൻ ഓഫീസിലെത്തുമ്പോൾ എവ്രിവൺ വാസ് ആണ് അല്ലെ നമ്മൾ യൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവ്രിവൺ വാസ് വർക്കിംഗ്, എല്ലാവരും ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ ആദ്യം എന്റെ ഇമെയിൽ പരിശോധിച്ചു. ഐ ചെക്ക്ഡ് മൈ ഇമെയിൽസ് ഫസ്റ്റ്. ഞാൻ ആദ്യം എന്റെ ഇമെയിൽ ചെക്ക് ചെയ്തു. പിന്നീട് ഞാൻ ഒരു പ്രധാന മീറ്റിംഗിൽ പങ്കെടുത്തു. പിന്നീട് then അല്ലെ, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. then I attended an important meeting. ഞാൻ പിന്നീട് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. എങ്ങനെ പറയാം? വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. എങ്ങനെ പറയാം? താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, ഇതുപോലെയുള്ള കണക്റ്റഡ് സെന്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആയി സംസാരിക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ സെന്റൻസുകളൊക്കെ ഒരു പാരഗ്രാഫ് പോലെ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാനും കഴിയും കേട്ടോ. അപ്പോ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസുകളാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറയാട്ടോ. ഒരുപാട് പേര് വാട്സപ്പ് ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട്, നോക്കട്ടെ, നമുക്ക് പറ്റുമെങ്കിൽ ഒരു വാട്സപ്പ് ക്ലാസ് തുടങ്ങാട്ടോ. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് ഡൗട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നോട് വാട്സപ്പ് ക്ലാസ് തുടങ്ങുമോ എന്ന് ചോദിക്കുന്നുള്ളത്. അപ്പോൾ വാട്സപ്പ് ക്ലാസ് തുടങ്ങുകയാണെങ്കിലും ഞാൻ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ബേസിക് ലെവലിലുള്ള ക്ലാസ്സേ ഞാൻ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തെ കോഴ്സിൽ അങ്ങനെ ചെയ്തിട്ട് വീണ്ടും അവർക്ക് തന്നെ കുറച്ചും കൂടി ബെറ്ററാക്കിയിട്ട് ക്ലാസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ, ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ആളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബേസ് മുതൽ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്